കൊട്ടാരക്കര പുത്തൂരിൽ ബാധ ഒഴിപ്പിക്കാനെത്തിയ 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ ഒരു ജോലിസിനെതിരെ പോക്സോ കേസ് വന്നിരിക്കുന്നു. അടുത്ത കേസായി. വെണ്ടാർ സ്വദേശി മുരാരി തന്ത്രി എന്ന രാജൻ ബാബുവിനെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. റോസ്ലിൻ ഞാനുമായിട്ട് ലൈഫ് ഇൻഷുറൻസ് അല്ലാതെ വേറെ ഔദ്യോഗിക ബന്ധമില്ല. പീഡിപ്പിച്ചോണ്ട് ജയിലിലോട്ട് ഇന്നല്ലേ അവിടുത്തെ തടവുകാര രോഗം മരണം ഇടിയിട്ടുള്ള കേട്ടുള്ളത് സത്യം. അയ്യോ ഞാൻ പീഡിപ്പിക്കില്ല സാർ. എസ് ഇന്നലെയാണ് ഈ പരാതി വരുന്നത്. ഇത് ഈ ബാധ ഒഴിപ്പിക്കാൻ എന്ന് പറഞ്ഞ് എത്തിയ 16-കാരിയെ ഈ ജോത്സ്യൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. ബെണ്ടാർ സ്വദേശി മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബുവിനെതിരെയാണ് കേസ്. എത്ര ലജ്ജാവഹം! കഴിഞ്ഞ 3 ദിവസമായിട്ട് മൂത്രം ഒഴിക്കാനല്ല. അമ്മയ്ക്കൊപ്പമാണ് ഈ പെൺകുട്ടി എത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ അമ്മയെ പുറത്തിരുത്തി പെൺകുട്ടിയെ മാത്രം മുറിയിലേക്ക് വിളിക്കുന്നു. തുടർന്ന് പെൺകുട്ടിയെ കടന്നുപിടിക്കാൻ ശ്രമിക്കുകയും പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. എല്ലാം കാണിച്ചു വച്ചതും പോരാ. തുടർന്ന് മറ്റ് നാട്ടുകാരൊക്കെ ഓടിയെത്തിയപ്പോഴേക്കും ഇയാൾ പിൻവാതിലിലൂടെ കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ ആൾക്കാരെയൊക്കെ റെഡിയാക്കി നിർത്തിക്കോ, ആവശ്യം വരും. നിലവിൽ പുത്തൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പോക്സോ കേസാണ് എടുത്തിരിക്കുന്നത്. രാജപ്പ, ഈ പോലീസുകാർക്ക് ശരീരശാസ്ത്രത്തെ കുറിച്ച് നല്ല പിടിപാടാണല്ലേ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എനിക്ക് മൂത്രം പോയിട്ട് 5 മണിക്കൂറായി. എനിക്കത് നിൽക്കണേ ഇല്ല. ഇയാൾ നിലവിൽ ഇപ്പോഴും ഒളിവിലാണ്. മുരാരി ജ്യോതിശാലയം എന്ന പേരിൽ ആണ് ഇയാൾ ഈ പ്രവൃത്തി ജ്യോതിഷം നടത്തുന്നത്. സംശയമില്ല സാർ, പല വേഷത്തിൽ നടക്കുന്ന ഒരു അന്തർദേശീയ തസ്കരനാണ് ഈ നയവഞ്ചകൻ. നിലവിൽ ഇപ്പോൾ മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന ഈ രാജൻ ബാബു ഒളിവിലാണ്. പോലീസ് ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തിവരുന്നു. ഇവന്റെ ഒക്കെ ദേഹത്ത് അടിച്ചു കൊടുക്കാൻ ഒക്കെ വിഷമാ ചത്തുപൊട്ടത്. അവര് വന്ന് മുതലും പലിശയും ചേർത്ത് തരും. ആണോ? അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക.